വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ അനാലിസിസ് കണ്ട ആളുകൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും വരച്ചിരിക്കുന്ന ഒരു ഏരിയ. അവിടേക്ക് മാർക്കറ്റ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്ന ഒരു ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു റിയാക്ഷൻ, ഒരു നല്ല സ്ട്രോങ് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് താഴോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ എവിടം വരെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ ഏരിയയുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോട്ട് ചെയ്തതാണ്. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇപ്പൊ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടുണ്ട്. അപ്പൊ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ലോ, അതായത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോ ആണ് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്. അതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ, അപ്പൊ നമ്മളിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈ സെല്ലിംഗ് ക്യാൻഡിലിന്റെ ലോ, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. ഇന്ന് നോക്കിയാൽ കാണാം, പ്രധാനപ്പെട്ട 3 ന്യൂസുകൾ വരുന്ന ദിവസമാണ്. കോർ PPA വരുന്നുണ്ട്, PPA മന്ത്ലി വരുന്നുണ്ട്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റുകൾ നോക്കാം. കോർ PPA മന്ത്ലി പ്രീവിയസ് 0.3% ആയിരുന്നു, ഫോർകാസ്റ്റും 0.3% ആണ്. യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നാവുമെന്നാണ്. അതുപോലെ തന്നെ PPI പ്രീവിയസ് 0.4%, ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 0.3% ആണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നതാണ്. അടുത്തത് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ്. പ്രീവിയസ് വന്നിരിക്കുന്നത് 221K ആണ്, ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 226K ആണ്. അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസിനേക്കാൾ കൂടുതലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കുറവ് വേണം, അതായത് കറൻസിക്ക് ഫേവറബിൾ ആവണമെങ്കിൽ പ്രീവിയസിനേക്കാൾ കുറവ് വേണം. അല്ലാതെ ഫോർകാസ്റ്റിനേക്കാളും ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് കാര്യമില്ല. പ്രീവിയസിനേക്കാൾ കുറവ് വന്നാൽ മാത്രമേ കറൻസിക്ക് നല്ല രീതിയിൽ ഫേവറബിൾ ആവുള്ളൂ. ഈ ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 6 മണിക്കാണ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ആ സമയത്ത് നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. കാരണം ഒരുപക്ഷെ മൂവ്മെന്റ് തരുന്നതിനേക്കാൾ മുന്നേ രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ മൂവ് തരിക. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിൽ പരമാവധി ട്രേഡ് എടുക്കാതിരിക്കുക. ട്രേഡ് എടുക്കണമെന്നുള്ള ആളുകൾക്ക് ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. അതൊരു പക്ഷെ ബ്രേക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും ചിലപ്പോൾ കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. അതിലൊന്നാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ. ഇതൊരു ഓൾ ടൈം ഹൈ ആണ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. അതിന് താഴെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്, വലിയൊരു സപ്പോർട്ടാണത്. ഈ ഒരു സപ്പോർട്ട് ഏരിയയും അവിടെ ഉണ്ട്, അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അത് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്ന് റിഫൈൻ ചെയ്യേണ്ടി വരും. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ, അതായത് ഈ രണ്ട് ലൈനിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ, സെല്ലിംഗ് ക്യാൻഡലിന്റെ ഏരിയ, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ ആദ്യത്തെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ മാർക്കറ്റ് എടുത്തതിന് ശേഷം, അതായത് ഈ ഒരു ഹൈനെ മാർക്കറ്റ് എടുത്തതിന് ശേഷം മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ കാണുന്ന ഏരിയയിൽ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്.
അവിടെ നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. ആ സെൽ എൻട്രി എന്ന് പറയുന്നത് അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഇവിടെ ആയിരിക്കും. ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് അവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെൽ എൻട്രിക്കുള്ള സാധ്യത ഇവിടെ നിന്ന് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കാം വരുന്നുണ്ടാവുക. മാക്സിമം ഇവിടേക്ക് വരിക. ഇവിടെ നിന്ന് വലിയൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇതിനെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ 2 ലെവലാണ് പ്രധാനപ്പെട്ട ഒരു സെല്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസിൽ നിന്നാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ഒരു ദിവസം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഇംബാലൻസിൽ നിന്നിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. കറന്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഏരിയയിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സൽ പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ടാർഗറ്റ് വെക്കുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് ബയ്യേഴ്സിന്റെ സ്ട്രെങ്ത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. താഴെയും ഇംബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്നിട്ട് ആ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇംബാലൻസിൽ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന, അതായത് ഈ പൊസിഷനിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേണോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് ടാർഗറ്റ് വെക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയും കൂടിയാണ് ഇവിടെയും ഇതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി സാധ്യത ഉണ്ട്. അപ്പോഴും റിവേഴ്സൽ പാറ്റേൺ നോക്കുക. വീണ്ടും താഴോട്ടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇത്രയും വലിയ ഏരിയ ആയിട്ട് വെക്കേണ്ട, റിഫൈൻ ചെയ്യാൻ നമുക്ക് ഒരു 50%ലേക്കൊക്കെ വെച്ചതിന് ശേഷം ഏറെക്കുറെ ഈ ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ മാത്രം എൻട്രി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടും. കാരണം ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ തുടക്കത്തിലേ വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി നോക്കാം. അപ്പോഴും നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഹൈയും അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി വരണം, അതായത് കറന്റ്ലി മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നാലാണ് ഇതുപോലുള്ളത് കിട്ടുക. അല്ല മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കത് അത്ര വലിയ എക്സ്പെക്ട് ചെയ്യേണ്ട. ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ, ഈ ഒരു സപ്പോർട്ട് ലൈനിന്റെ ഉള്ളിലും അതുപോലെ ഈ സപ്പോർട്ട് സോണിന്റെ ഉള്ളിലും ചിലപ്പോൾ കുറച്ച് നേരം നിന്ന് മാർക്കറ്റ് കളിച്ചതിന് ശേഷമായിരിക്കും ഒരു ബ്രേക്ക് തരാനുള്ള സാധ്യത കാണുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ചെറിയ റിയാക്ഷൻ താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇവിടെ നിന്ന ഏരിയയാണ്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ നിന്ന് ചെറിയൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് താഴോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ബൈ എൻട്രി കിട്ടും. ആ റിയാക്ഷൻ ബേസ് ചെയ്തിട്ട് ബൈ എൻട്രി കിട്ടും. ആ ഒരു ബൈ എൻട്രി എന്നൊക്കെ പറയുന്നത് 2970 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. അത് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയാണ്. മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാലും ഒരു ചെറിയ രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത. അപ്പൊ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ആപ്റ്റ് ആയ കാര്യം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ട്രേഡ് എടുക്കാൻ നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.